മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ 8ാം ദിനത്തിൽ കേന്ദ്രീകരിക്കാൻ പോകുന്ന പ്രധാന സ്പോട്ട് സൂചിപ്പാറയാണ്. ഇപ്പോൾ മരണസംഖ്യ 402 ആയിട്ടുണ്ട്. 180 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. പരിശോധന ഇതുവരെ സാധ്യമാകാത്ത സൂചിപ്പാറ സൺറൈസേഴ്സ് വാലിയിലാണ് പ്രത്യേക പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ് എന്നാണ് ദീപക് മോഹൻ നൽകുന്ന വിവരം. ദീപക് മോഹൻ, ഇപ്പോൾ സൂചിപ്പാറയിൽ കാലാവസ്ഥ തെളിഞ്ഞു വരികയാണോ? നേരത്തെ മൂടൽമഞ്ഞായിരുന്നു, കോട മൂടി നിൽക്കുന്ന മലനിരകളായിരുന്നു നമ്മൾ കണ്ടത്. കൽപ്പറ്റയിലേക്ക് ഹെലികോപ്റ്റർ എത്തിച്ചേരാനുള്ള കാലാവസ്ഥയായോ? സുജിയ, ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഈ സൺറൈസ് വാലിയിലാണ്. ഞാൻ നിൽക്കുന്നതിന് ഇടതുഭാഗത്തായി കാണുന്ന ഈ നീർച്ചാലുകളുണ്ട്. അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് ചൂരൽമലയിൽ നിന്നെത്തുന്ന ഈ മലവെള്ളം ഒഴുകിയെത്തുന്ന പ്രദേശമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ഭാഗത്ത് മുൻപ് ഒരു ചെറിയ നദി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഉരുൾപൊട്ടലിന്റെ ബാക്കിയുള്ള കല്ലും മണ്ണും അവശിഷ്ടങ്ങളും ഈ മേഖലയിലൂടെയൊക്കെ ഒഴുകിപ്പോയ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ മേഖലയിൽ നിബിഡ വനമാണ്. ഈ നിബിഡ വനത്തിനുള്ളിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. ഉരുൾപൊട്ടലുണ്ടായ അവശിഷ്ടങ്ങൾ ഇത്രയും ദൂരം വരെ എത്തി. ഏകദേശം 12 കിലോമീറ്റർ സൂചിപ്പാറ മുതൽ പോത്തുകല്ല് വരെയുള്ള ഭാഗത്താണ് ഇന്ന് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സ്കാനിംഗ് ദൌത്യവുമായി പ്രത്യേക സംഘമെത്തി തിരച്ചിൽ നടത്തുമെന്ന് അറിയിച്ചത്. ഈ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശം എന്ന് പറയുന്നത് സൂചിപ്പാറയിൽ നിന്നൊഴുകുന്ന ചെറിയ ആ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള നീർച്ചാലുകളാണ്. അതിന്റെ ഇരുവശങ്ങളിലും മറ്റ് 2 വെള്ളച്ചാട്ടങ്ങൾ കൂടിയുണ്ട്. മാത്രമല്ല, ഈ സൂചിപ്പാറയിൽ 3 തട്ടുകളായാണ് വെള്ളച്ചാട്ടം ഒഴുകുന്നത്. അതിന് തൊട്ട് അടുത്തായാണ് കാന്തൻപാറ. ആ കാന്തൻപാറയിലും വെള്ളച്ചാട്ടമുണ്ട്. മാത്രമല്ല, വനത്തിനുള്ളിലും നിരവധി വെള്ളച്ചാട്ടങ്ങളുണ്ട്. ആ വെള്ളച്ചാട്ടങ്ങളെല്ലാം കടന്ന് ഈ ഉരുൾപൊട്ടലുണ്ടായ അവശിഷ്ടങ്ങൾ ഒഴുകിയെത്തിയതിന്റെ ദൃശ്യങ്ങളാണ്. വെള്ളം കലങ്ങി മറിഞ്ഞാണ് ഈ വനത്തിനുള്ളിലൂടെ ഒഴുകുന്നത്. ഈ വനത്തിനുള്ളിലൂടെ പോയി ഏകദേശം പരപ്പൻപാറ എന്ന ആദിവാസി ഗ്രാമമുള്ള മേഖലയിലൂടെയാണ് പോത്തുകല്ലിലേക്ക് എത്തുന്നത്. നിബിഡ വനത്തിനുള്ളിലൂടെ ഒഴുകുന്ന ഈ മേഖലയിലാണ് തിരച്ചിൽ അതീവ ദുഷ്കരം എന്ന് ഇപ്പോൾ തിരച്ചിലിനെത്തുന്ന സംഘം പറയുന്നത്. കാരണം വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. ഈ ഭാഗത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളത് പ്രയാസകരമാണ്. ഈ വനത്തിനുള്ളിലൂടെ, അതായത് ഈ നദി ഒഴുകുന്ന പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് നദി കരകവിഞ്ഞൊഴുകി വനമേഖലയിലൂടെ പല ഭാഗങ്ങളിലൂടെയും ഒഴുകി പോയതിന്റെ അവശേഷിപ്പുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ചില ഭാഗത്ത് വലിയ ഒഴുക്കില്ല. ഈ ഉരുൾപൊട്ടലുണ്ടായ കല്ലും മണ്ണും വന്ന് അടിഞ്ഞ ദൃശ്യങ്ങൾ കാണാം. അതിനെ തുടർന്ന് അവിടെ വന്ന് അടിഞ്ഞുകൂടിയതിനെ തുടർന്ന് ആ ഭാഗത്ത് ഒഴുക്ക് കുറവാണ്. പക്ഷേ ഈ ഭാഗത്തേക്ക് നിൽക്കുമ്പോൾ ഏകദേശം നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള വിദൂര ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ ഭാഗത്ത് വെള്ളച്ചാട്ടം ഒഴുകുന്നതിന്റെ ശബ്ദം ഇത്രയും ദൂരം ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വരെ എത്താൻ കഴിയുന്നുണ്ട്. നമ്മുടെ ക്യാമറമാൻ മഹേഷ് കുമാർ ആണ് ഇപ്പോൾ വീഡിയോ ദൃശ്യങ്ങൾ, ഈ വിഷ്വലുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ ഭാഗത്തോട് ഒഴുകി, അതായത് ഈ വലിയ കാട് നിബിഡ വനത്തിനുള്ളിലൂടെ ഒഴുകുന്ന ഈ കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന പുഴ ഇവിടെ നിന്ന് 10 കിലോമീറ്ററോളം, ഏകദേശം സൂചിപ്പാറയിൽ നിന്ന് 12 കിലോമീറ്ററാണ് ഈ ഭാഗത്തേക്കുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ മേഖലയിലൂടെ ഒഴുകി എത്തുന്ന നദിയാണ് പരപ്പൻപാറയിൽ നിന്ന് നിലമ്പൂർ, അതായത് പോത്തുകല്ലെത്തി അവിടെ നിന്ന് ചാലിയാർ നദിയായി മാറുന്നത്. ഈ മേഖലയിൽ മുൻപും ആദിവാസി കുടുംബങ്ങൾ താമസിച്ചിരുന്ന പ്രദേശമാണ്. അവരെയൊക്കെ പല സമയങ്ങളിലും ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ള, ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഇപ്പോഴും ആ ഭാഗത്ത് താമസിക്കുന്നുണ്ട്. അതിനടുത്തായാണ് പരപ്പൻപാറ. ഈ മേഖലയിൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായ ഉരുൾപൊട്ടലുണ്ടായ അവശേഷിപ്പുകളായിട്ടുള്ള കല്ലുകളും മണ്ണുകളും ഉണ്ട്. ഇന്നലെയും ഇനിഞ്ഞാന്നും രക്ഷാപ്രവർത്തകർ പോത്തുകല്ല് മുതൽ സൂചിപ്പാറ വരെയുള്ള ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയെന്ന് പറയുന്നുണ്ട്. മുൻപ് ഇതുവഴി ഒരു ഓഫ് റോഡ് ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു. പക്ഷേ മലവെള്ളപ്പാച്ചിൽ കഴിഞ്ഞ വർഷം ഉണ്ടായതിനെ തുടർന്ന് ഈ ഭാഗത്തുള്ള റോഡ് അടഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഈ വനമേഖലയിലെ കുന്നുകൾക്ക് സമീപമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ മണ്ണിടിച്ചിലിന്റെ ദൃശ്യങ്ങളും കാണാൻ കഴിയും. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയ പ്രദേശങ്ങളുടെ അവശേഷിപ്പുകളായി വെള്ളം കയറി ഒഴുകിപ്പോയ പ്രദേശങ്ങളുടെ ദൃശ്യങ്ങളും കാണാം. ഏതായാലും ഈ മേഖലയിലേക്കാണ് അല്പസമയത്തിനുള്ളിൽ ഈ ഹെലികോപ്റ്ററിൽ സംഘം എത്തുക. അവരെത്തി റോപ്പ് വഴി ഈ മേഖലയിൽ ഈ പുഴയുടെ, ചാലിയാർ പുഴയുടെ നദിയുടെ ഇരുവശങ്ങളിലും വിശദമായ പരിശോധനകൾ നടത്തും. നേരത്തെ എടവണ്ണയിൽ നിന്നുള്ള രക്ഷാദൌത്യ സംഘം ഈ ദുരന്തം നടന്നതിന് തൊട്ടടുത്ത 2 ദിവസങ്ങളിൽ ഈ നിലമ്പൂർ ഭാഗത്തു നിന്നുള്ള വനമേഖലയിൽ തിരച്ചിൽ നടത്തിയപ്പോൾ നിരവധി ശരീരങ്ങളുടെ ഭാഗങ്ങളും അതുപോലെ തന്നെ മൃതദേഹങ്ങളും കണ്ടെത്തിയിരുന്നു. അതിനുശേഷം പിന്നീടാണ് വനം വകുപ്പ് ഈ സൂചിപ്പാറയ്ക്ക് താഴെയുള്ള മേഖലയിൽ കൂടുതൽ വിശദമായ തിരച്ചിൽ നടത്തിയത്. അപ്പോഴും ആ ഭാഗത്ത് നിന്ന് മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ ലഭിച്ചിരുന്നു. ഏതായാലും ഈ സൂചിപ്പാറയിൽ നിന്ന് പോത്തുകല്ല് വരെയുള്ള 12 കിലോമീറ്ററാണ് ഈ ഹെലികോപ്റ്ററിലുള്ള പ്രത്യേക ദൌത്യ സംഘം, 12 അംഗ സംഘം സ്കാനിംഗ് ദൌത്യവുമായി എത്തുക. ഈ മേഖലയിൽ അല്പസമയത്തിനുള്ളിൽ തിരച്ചിൽ നടത്തും. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്, വെയിൽ തെളിഞ്ഞിരിക്കുന്നു. കോടമഞ്ഞ് മാറിയതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ കൽപ്പറ്റയിൽ നിന്ന് ഹെലികോപ്റ്റർ സംഘം കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുജയ.
ഓക്കെ, ദീപക് മോഹൻ, ഇപ്പോൾ ആകാശ ദൃശ്യങ്ങൾ നമുക്ക് ആ പുഴ വന്ന വഴി, ഉരുൾപൊട്ടി ഒഴുകി വന്ന ഭൂമിയുടെ മാറിലേൽപ്പിച്ച ആ മുറിവ് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും. റോഷിപാൽ, ഇപ്പോൾ ദീപക് മോഹൻ അവിടെ നിന്നുള്ള ആകാശ ദൃശ്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജിതിൻ പകർത്തുന്ന ആകാശ ദൃശ്യങ്ങൾ തത്സമയം നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഷിപാൽ, ഇപ്പോൾ വെയിൽ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, കോടമഞ്ഞ് മാറിയിരിക്കുന്നു, ഹെലികോപ്റ്റർ ഇറക്കുന്നതിന്, എയർലിഫ്റ്റിംഗ് ചെയ്യുന്നതിന് അനുകൂല കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അവിടെ ഒരുക്കങ്ങൾ എങ്ങനെ? സുജയ, അല്പസമയം മുമ്പ് കോഴിക്കോട് നിന്നും എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ പറന്നുയർന്നു. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ഈ കൽപ്പറ്റയിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലേക്ക് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യും. അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഇറങ്ങേണ്ട, ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യേണ്ട സ്ഥലം നേരത്തെ തന്നെ ആർമി ഉദ്യോഗസ്ഥന്മാർ മാർക്ക് ചെയ്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് ഈ രക്ഷാദൗത്യത്തിന് പോകുന്ന ഈ ആർമിയുടെയും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെയും അംഗങ്ങൾ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ, അവർ തയ്യാറായി നിൽക്കുന്നു. ആദ്യ ഘട്ടത്തിൽ 6 പേർ ഈ ഹെലികോപ്റ്ററിൽ അങ്ങോട്ടേക്ക് പോകും എന്നാണ് അറിയിച്ചത്. പിന്നീട് രണ്ടാമത് വീണ്ടും ഹെലികോപ്റ്റർ ഇങ്ങോട്ടേക്ക് കൽപ്പറ്റയിലെത്തി രണ്ടാമത്തെ സംഘത്തിനെയും കൊണ്ടുപോകും. ആ തരത്തിലാണ് ഈ തെരച്ചിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഒന്ന്, നേരത്തെ ദീപക് പറഞ്ഞതുപോലെ, നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ, ഈ മേഖല, സൺറൈസ് വാലി മേഖല, അത് വലിയ രീതിയിൽ വന്യമൃഗശല്യമുള്ള മേഖല, ദുർഘടം പിടിച്ച പാതയാണ്, ആശങ്കപ്പെടുത്തുന്ന ഒരു മേഖലയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പകൽ സമയത്ത് മാത്രമേ തെരച്ചിൽ നടത്താൻ കഴിയുകയുള്ളൂ. നേരത്തെ ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് 15 കിലോമീറ്റർ കൂടുതൽ കാൽനട വേണ്ടിവരും അവിടേക്ക് എത്താൻ. ഗതാഗത സാധ്യതയില്ല. അവിടെ കുടുങ്ങിക്കഴിഞ്ഞാൽ ഈ റോപ്പ് വഴി മുകളിലേക്ക് വരിക ഹെലികോപ്റ്ററിലേക്ക്, കാരണം ഹെലികോപ്റ്ററിന് ഒരു തരത്തിലും ലാൻഡ് ചെയ്യാനുള്ള സൗകര്യമില്ല. അവിടെ ഈ കുത്തൊഴുക്കിൽ ഒരു തുരുത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. ആ തുരുത്തിലേക്കാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ റോപ്പ് വഴി ആ വനാന്തരത്തിലേക്ക് ഇറങ്ങുക. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വലിയ ഇപ്പോൾ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ കോട വന്നും പോയും ഇരിക്കുന്നുണ്ട്. ഇടയ്ക്കിടെ വരുന്ന കോടമഞ്ഞ് അതൊരു വെല്ലുവിളിയാണ്. പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ കാലാവസ്ഥയാണ് വയനാട്ടിലേത്. പക്ഷേ ഈ രക്ഷാദൗത്യത്തിന് ആ നല്ല കാലാവസ്ഥ ഒരു വെല്ലുവിളിയായി മാറുകയാണോ? സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ പോത്തുകൽ വരെയുള്ള ഭാഗത്ത്, അതിനിടയിലുള്ള മലനിരകളിൽ ഉരുൾപൊട്ടി വെള്ളമൊഴുകിയ വഴിയിലൂടെയുള്ള ഒരു തെരച്ചിൽ, അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ അവിടെ പൂർത്തിയാവുകയാണ്. അവിടെ NDRF ഒക്കെ നടത്തിയ തെരച്ചിലിൽ ഇതുവരെയും മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയാതെ നിൽക്കുന്ന ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് നിലവിലുള്ള തെരച്ചിൽ രീതി ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ്. അതിസാഹസികമായ ഒരു തെരച്ചിൽ രീതിക്കായാണ് 3 വെള്ളച്ചാട്ടങ്ങൾ കടന്നു വേണം പോത്തുകലിലേക്ക് എത്താൻ. പുഞ്ചിരിമട്ടം മുതൽ താഴെ വരെയുള്ള പരിശോധനയ്ക്കൊപ്പം തന്നെ സൂചിപ്പാറയിൽ നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഈ വെള്ളം ഒഴുകിപ്പോയ വഴികൾ, അതിനിടയിലുള്ള നിബിഡ വനങ്ങൾ, അവിടെയൊക്കെ ചെന്നുപെട്ട് പരിശോധിക്കുക. ഈ ഉരുൾപൊട്ടിയ വേളയിൽ വന്യമൃഗങ്ങൾ അവിടെ നിന്നൊക്കെ ഓടിപ്പോയി എന്ന് അവിടെയുള്ള വനവകുപ്പിലെ ആളുകൾ തന്നെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വന്യമൃഗ ഭീഷണി അത് കാര്യമായി ഉണ്ടാകില്ല എന്ന് കരുതാം, അല്ലേ റോഷിപാൽ? സുജയ, ഈ മേഖലയിൽ ഈ സൺറൈസ് വാലി ഉൾപ്പെടെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗത്തുള്ള വനാന്തരങ്ങളിൽ നേരത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്, പലപ്പോഴും ബീറ്റ് ഓഫീസർമാർ ആ മേഖലയിൽ പോകുമ്പോൾ അവിടെ കരടിയുടെയും പുലിയുടെയും സാന്നിധ്യമുണ്ടായിരുന്നു. അവിടെ ആന നിരന്തരം വെള്ളം കുടിക്കാൻ ഈ ഉറവയിലേക്ക് വരുന്നതാണ്. പക്ഷേ അവിടെ വലിയൊരു പുഴയാണ് ഇപ്പോൾ രൂപപ്പെട്ടത്. വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് പിന്നാലെ വന്യമൃഗങ്ങളൊക്കെ മുകളിലേക്ക്, മീൻമുട്ടി ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാർ. ഇപ്പോൾ ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഹെലികോപ്റ്ററിൽ അങ്ങോട്ടേ പോകുന്ന ബീറ്റ് ഓഫീസർമാരാണ് അങ്ങനെ ഒരു പ്രതികരണം, അത് നമുക്ക് തന്നെ ആ പ്രതികരണം നൽകിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും റിസ്കിയാണ് ഈ പറഞ്ഞ ദൗത്യം. അത് ഇവരൊക്കെ ഒരേപോലെ പറയുന്നു. വലിയ മരങ്ങളാണ്, അതിനൊപ്പം അവിടെ ലാൻഡ് ചെയ്യാനുള്ള സൗകര്യമില്ല. ഇവർക്ക് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് ഏതെങ്കിലും തരത്തിൽ കാലാവസ്ഥ പ്രതികൂലമായാൽ ഇവരെ തിരിച്ച് കൊണ്ടുവരിക അത്ര എളുപ്പമാകില്ല. ഇപ്പോൾ അങ്ങോട്ടേക്ക് കാലാവസ്ഥ അനുകൂലമായി അവർ അവിടെ റോപ്പ് വഴി ഇറങ്ങിയാൽ, വനാന്തരങ്ങളിൽ ഇറങ്ങി തെരച്ചിൽ മുന്നോട്ട് പോയി വൈകിട്ടോടെ തെരച്ചിൽ അവസാനിപ്പിച്ചാൽ ആ സമയത്തും സമാനമായി കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ അവരെ തിരികെ ഇങ്ങോട്ടേക്ക് കൽപ്പറ്റ മൈതാനിയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർ അവിടെ കാത്തിരിക്കേണ്ടി വരും. നടന്ന് വരണമെങ്കിൽ 15 കിലോമീറ്ററിൽ കൂടുതലുണ്ടെന്നാണ് ഇപ്പോൾ SOGയിലെ ഈ ദൗത്യത്തിന്റെ ഭാഗമായി അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും ഈ മൈതാനിയിൽ ഈ പോകാൻ ഈ കമാൻഡോ സംഘം അവർ സജ്ജരായി നിൽക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അത് ഒരു കമാൻഡോ, അവിടെ ആർമിയുടെ ഉദ്യോഗസ്ഥനാണ് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ. ഇതിനകത്തേക്ക് റോപ്പ് വഴി
കയറുന്നതുമായി ബന്ധപ്പെട്ടും അവിടെ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ പോലും എങ്ങനെ ഇറങ്ങണം എന്നടക്കമുള്ള പരിശീലനം ലഭിച്ചവരാണെങ്കിൽ പോലും അവർക്ക് ഒരിക്കൽ കൂടി നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ചു നൽകുകയാണ്. വിവരങ്ങൾ കൈമാറുന്നത്, ആശയവിനിമയം നടത്തുന്നത് പൈലറ്റ് കൂടിയാണ്, ആർമിയുടെ ഒരു പൈലറ്റ് കൂടിയാണ് ആ ഉദ്യോഗസ്ഥൻ. ഒപ്പം ഇവിടെ ഈ ഹെലികോപ്റ്ററിന് നൽകാനുള്ള സിഗ്നൽ നൽകാനുള്ള സംവിധാനങ്ങൾ, താൽക്കാലിക സംവിധാനങ്ങൾ അവിടെ ഒരുക്കി കഴിഞ്ഞു. എല്ലാവരും സജ്ജരാണ്. അല്പസമയത്തിന് തന്നെ ഹെലികോപ്റ്റർ പറന്ന് ഈ മൈതാനിയിലേക്ക് എത്തിച്ചേരും. നേരത്തെ വയനാട്ടിലേക്ക് വരുന്ന എല്ലാവരും പൊതുവേ ഇറങ്ങുന്ന ഹെലികോപ്റ്റർ ഇറങ്ങുന്ന മൈതാനി കൂടിയാണ് ഈ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനി. അവിടെ ഹെലികോപ്റ്റർ എത്തിയാൽ ഉടൻ തന്നെ ഈ 12 പേരടങ്ങുന്ന സംഘം, അത് 2 ടീമായി അവർ ഈ ഹെലികോപ്റ്ററിലേക്ക് കയറും. അവരെ അവിടെ സൂചിപ്പാറയ്ക്ക് താഴെയുള്ള ഈ സൺറൈസ് വാലി എന്ന ഈ വനമേഖലയിൽ അവരെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഹെലികോപ്റ്റർ വീണ്ടും വരും. എന്നിട്ട് രണ്ടാമത്തെ സംഘവുമായി അങ്ങോട്ടേക്ക് വളരെ പ്രധാനപ്പെട്ട